50 സെന്റ് സ്ഥലം ഏകദേശം ഒരു ഒന്നര 2 വർഷം മുമ്പ് 1.5 വർഷമായി അല്ലേ 2 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. 50 സെന്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത്. ഇത് ഫൈസൽ കടമണ്ണിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിന്ന് വാങ്ങിച്ചതാണ്. പ്ലാനിൽ ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർവീസ് സെന്റർ വിത്ത് ആക്സസറീസ്, സർവീസ് സെന്റർ കാരണം കാർ വാഷ് കാര്യങ്ങൾ, സർവീസ് സെന്റർ അങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ പാണക്കാട് ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ഈ മണ്ണ് എടുത്ത് അവിടെ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ആ സ്ഥലത്തിന്റെ ഭൂവുടമ, സ്ഥലം വാങ്ങിയ വ്യക്തി, അദ്ദേഹം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയായിട്ടുള്ള നൌഫൽ, പേര് വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ നഗരസഭ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ മറിയുമ്മ CP എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ മകൻ സലീം എന്ന് പറയുന്ന വ്യക്തി, ഇവർ രണ്ടുപേരുമാണ് ഈ ഭൂമി വാങ്ങിയിരുന്നത്. നിലവിൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അശാസ്ത്രീയമായുള്ള മണ്ണെടുപ്പ് അവിടെ നടന്നിരുന്നു, പലതരത്തിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ സ്ഥലത്തിന്റെ ഭൂവുടമകളായിട്ടുള്ള രണ്ടുപേരും ആദ്യമായിട്ട് അവരുടെ പ്രതികരണം റിപ്പോർട്ടർ TVയിലൂടെ നടത്താൻ പോകുന്നത്. അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കാം. നൌഫൽ, താങ്കളുടെ പേരല്ലേ നൌഫൽ? അതായത് പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയായിട്ടുള്ള നൌഫൽ കടക്കാടൻ. ഈ സ്ഥലം താങ്കൾ എന്നാണ് വാങ്ങിയത്? ഈ എടൈപ്പാലം ഭാഗത്ത് എത്ര സെന്റ് അല്ലെങ്കിൽ എത്ര ഏക്കർ ഭൂമിയാണ് താങ്കൾ വാങ്ങിയത്? ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്? 50 സെന്റ് സ്ഥലം ഏകദേശം ഒരു 2 വർഷം മുമ്പ് 1.5 വർഷമായി അല്ലേ 2 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. 50 സെന്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത്. ഇത് ഫൈസൽ കടമണ്ണിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം 2 വർഷമായി. അതായത് നിങ്ങൾ ഈ സ്ഥലം വാങ്ങിയതിൽ 2 ഭൂവുടമകളാണുള്ളത്. ഒന്ന് നൌഫൽ എന്ന് പറയുന്നത് നിങ്ങളും, രണ്ടാമത് ഒരു സ്ത്രീ ആയിട്ടുള്ള. എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ആണുള്ളത്. അതായത് ടോറസ് വണ്ടികളാണുള്ളത്, ഹെവി വണ്ടികൾ, ഹെവി ലോറികൾ. അപ്പോൾ അതിൽ ഞാനും സലീമും പാർട്ട്നേഴ്സാണ്. എൻ്റെ 4-5 വണ്ടികൾ 5-6 വണ്ടികൾ ഓടുന്നുണ്ട്. അതിൽ ഞാനും സലീമും പാർട്ട്നേഴ്സാണ്. അങ്ങനെയുള്ള ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്രോപ്പർട്ടി എന്നുള്ള ലെവലിൽ വാങ്ങിച്ചതാണ് ഈ സ്ഥലം. ഇദ്ദേഹം പറയുന്ന രണ്ടാമത്തെ വ്യക്തിയാണിത്, സലീം. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരിലാണ് സ്ഥലമുള്ളത്. പക്ഷെ ഇവർ ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന നിലയിൽ സ്ഥലം വാങ്ങിയെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം, ഇവിടെ നിങ്ങൾക്ക് അനുമതി ലഭിച്ചത് എന്ത് തരത്തിലുള്ള കെട്ടിടം നിർമ്മിക്കാനാണ്? എന്തായിരുന്നു നിങ്ങളുടെ പദ്ധതി അവിടെ നിർമ്മിക്കാൻ? നോർമലി നമ്മളൊരു മുനിസിപ്പാലിറ്റി അല്ലെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് പെർമിഷൻ എടുക്കാനാണ് പേപ്പർ വെക്കാറുള്ളത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബിൽഡിംഗ് ആണ് എടുക്കുക. ഫ്യൂച്ചറിൽ ഞാൻ ബിൽഡിംഗ് പെർമിഷൻ എടുത്തു, അതിന്റെ പ്ലോട്ട് റെഡിയാക്കി ക്ലിയർ ആക്കി, ഞാൻ മേ ബി ഒരു പെട്രോൾ പമ്പ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, മേ ബി ഒരു സർവീസ് സെന്റർ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നോർമലി ഞങ്ങളൊരു പ്ലാനിൽ ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർവീസ് സെന്റർ വിത്ത് ആക്സസറീസ്, സർവീസ് സെന്റർ കാരണം കാർ വാഷ് കാര്യങ്ങൾ, സർവീസ് സെന്റർ അങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നിങ്ങൾ ഒരു രൂപരേഖ കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലാൻ കൊടുത്തിട്ടുണ്ടല്ലോ നഗരസഭയ്ക്ക് സമർപ്പിച്ചത്. ആ പ്ലാന് ഈ സർവീസ് സെന്ററിന് വേണ്ടി, സർവീസ് സെന്റർ കാര്യങ്ങൾ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഞ്ചിനീയർ കൊടുത്തിട്ടുള്ളതാണ്. അത് പ്രകാരം അവിടുന്ന് മണ്ണ് നീക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മണ്ണ് നീക്കിയിട്ടുള്ളത്. അതിനു മുൻപ് നിങ്ങൾ കെട്ടിടം നിർമ്മിക്കാനുള്ള പെർമിറ്റ് നഗരസഭയിൽ നിന്ന് ലഭിക്കുമല്ലോ, അതെന്നാണ് ലഭിച്ചത്? കെട്ടിടം നിർമ്മിക്കാനുള്ള പെർമിറ്റ് നഗരസഭയിൽ നിന്ന് ലഭിച്ചത് ഇതല്ലേ, ടൗൺ പ്ലാനിങ്. നിങ്ങൾക്ക് കാണാം 2 അല്ല ഇതല്ലടാ അപ്ലിക്കേഷൻ പോസ്റ്റ്. സ്ഥലം വാങ്ങിയതിനു ശേഷം ഒരു നിശ്ചിത സമയം ഉണ്ടാവില്ല, അത് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട്, നിയമത്തിൽ എന്താണോ അനുശാസിക്കുന്നത് നിയമപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മണ്ണെടുക്കാൻ തുടങ്ങിയത് ഏത് തീയതി മുതലാണ്? മണ്ണെടുക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജിയോളജിയിൽ ഫയൽ വെച്ചിട്ടുള്ള ജിയോളജിയിൽ അവസാനമായിട്ട് ഇതിന്റെ ചലാൻ അടയ്ക്കുക എന്ന് പറയും, റോയൽറ്റി എന്ന് പറയും. ഈ മണ്ണ് നമ്മൾ ഇതുപോലെ തന്നെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇത് മണ്ണ് ഖനനം ചെയ്യാനോ മണ്ണെടുത്ത് ഒഴിവാക്കാനോ കല്ല് ഖനനം ചെയ്യാനോ കല്ല് പൊട്ടിക്കാനോ ഉള്ള പെർമിഷൻ കിട്ടേണ്ടത് മൈനിങ് ആൻഡ് ജിയോളജിയിൽ നിന്നാണ്. ഞങ്ങൾ മൈനിങ് ജിയോളജിയിൽ ബന്ധപ്പെട്ടത് പ്രകാരം അവിടെ ഫയൽ വെച്ചത് പ്രകാരം ഞങ്ങൾക്ക് ഫയൽ അപ്രൂവലായി. അതിൻ്റെ ജിയോളജിസ്റ്റും അതിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സും അസിസ്റ്റന്റ് ജിയോളജിസ്റ്റും എല്ലാവരും വന്നിട്ട് സ്ഥലം വിസിറ്റ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് നിയമപ്രകാരം അവർ ഞങ്ങളടുത്ത് റോയൽറ്റി അടയ്ക്കാൻ പറഞ്ഞു. റോയൽറ്റി അടച്ചിട്ടുള്ളതാണ്. ഡേറ്റ് വന്നിട്ട് 10/11/2025 റോയൽറ്റി അടച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ജിയോളജി ആൻഡ് മൈനിങ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രകാരം 2500 സ്ക്വയർ മീറ്ററിന് താഴെയുള്ള ഭൂമിയിൽ നിന്നും ഖനനം ചെയ്യാനോ മണ്ണെടുക്കാനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നും പേപ്പർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ നഗരസഭയിൽ നിന്ന്, ഇപ്പം മലപ്പുറം കോർപ്പറേഷൻ ആണല്ലോ, നഗരസഭയാണല്ലോ, നഗരസഭയിലേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് നിങ്ങൾ പേപ്പർ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോയിട്ട് മലപ്പുറം നഗരസഭയുടെ പേപ്പറാണ്
പിന്നെ നമുക്ക് ഇതിന് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇതാണ് ഫോമസ് കിട്ടിയിട്ടുള്ളത്. അത് പ്രകാരമാണ് പാസ് ഇവിടെ പാസിന്റെ ഇതോടെ കെട്ടിടം നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള അപേക്ഷ. ഓക്കെ, അതായത് ഏത് തീയതി മുതൽ ഏത് തീയതി വരെ മണ്ണെടുക്കാം ആ രീതിയിൽ നിങ്ങളോട് ജിയോളജി വകുപ്പിൽ നിന്നുൾപ്പെടെ പറഞ്ഞിരുന്നില്ലേ? തീയതി നിശ്ചയിച്ചു തന്നിരുന്നില്ലേ? തീയതി നിശ്ചയിക്കുക 1 വർഷം. ഇത് 1 വർഷം എന്ന് പറഞ്ഞ് പിന്നെ 1 വർഷം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? കഴിഞ്ഞ മാസം 23-ാം തീയതി മണ്ണെടുക്കാനുള്ള ഡേറ്റ് അല്ലേ? അതായത് ഇക്കാര്യത്തിലേ അതായത് പാറ പൊട്ടിക്കുന്നതിനുള്ള അനുമതി, അതോടൊപ്പം തന്നെ മണ്ണെടുക്കുന്നതിനുള്ള അനുമതി ജിയോളജി വകുപ്പും, ഒരു മിനിറ്റ്, ജിയോളജി വകുപ്പും നഗരസഭയാണല്ലോ തരേണ്ടത്. അവർ നിങ്ങൾക്ക് നൽകിയ തീയതി കഴിഞ്ഞ ജൂൺ മാസത്തോടു കൂടി 19-20 തീയതികളായിട്ട് അവസാനിച്ചിട്ടുണ്ട്. അതിനുശേഷം അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പും പാറ പൊട്ടിക്കൽ പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നുള്ളതാണ് ആരോപണം. അങ്ങനെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതാരാ ആരോപിച്ചത്? നാട്ടുകാർ ഉൾപ്പെടുന്ന ആളുകൾ. ഏത് നാട്ടുകാരോ അങ്ങനെ ആരോപിച്ചത്? ഇവിടെ ആരോപണം നാട്ടുകാർ ആരോപിക്കുന്നത് കണ്ടില്ല. നിങ്ങൾ ചാനൽ ചർച്ചകളിൽ വേണ്ടാത്ത കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ആദ്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിന് ഒരു അനുമതിയും ഇല്ലാന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഭൂമികളല്ല പറഞ്ഞു, നഗരസഭയാണ് പറഞ്ഞത്. അതായത് നാട്ടുകാരോ അല്ലാന്നുണ്ടെങ്കിൽ ആരും അവിടുന്ന് അനുമതി ഇല്ലാതെ ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്തത് മുഴുവൻ ന്യൂസ് ചാനലുകളാണ്. ചോദ്യം വളരെ കൃത്യമാണ്. ഈ തീയതിക്ക് ശേഷം നിങ്ങൾ അവിടുന്ന് മണ്ണെടുത്തിട്ടുണ്ടോ, പാറ എടുത്തിട്ടുണ്ടോ? അതാണ് ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ അടുത്ത്. അതായത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം മഴ വന്നിട്ടുള്ളത് ഏത് ഡേറ്റിലാണെന്നറിയോ? 3-ാം തീയതിയാണ് കേരളത്തിൽ മഴ കനത്തു തുടങ്ങിയത്. 5-ാം തീയതി കളക്ടർ റെഡ് അലർട്ട്, മലപ്പുറം ജില്ലാ കളക്ടർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ആ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് പ്രകാരം എനിക്ക് മലപ്പുറം ജിയോളജിയിൽ നിന്ന് എനിക്ക് വന്ന കോളാണിത്. ഓക്കെ, ജിയോളജി ആണ്. നിങ്ങൾക്കൊരു കല്ല് വെട്ടാൻ പെർമിഷൻ തന്നില്ലായിരുന്നു നമ്മുടെ ഓഫീസിൽ നിന്ന്? അതിപ്പോ റെഡ് അലർട്ട് ആയതുകൊണ്ട് ഇപ്പൊ ഒരു തരത്തിലുള്ള ഖനന പ്രവർത്തനങ്ങളും പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്തു എന്തെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിൽ അത് റോയൽറ്റി അടിച്ചൊക്കെ കാശൊക്കെ പോകും. അതുകൊണ്ട് ഈ സമയത്ത് ഒരു പ്രവർത്തനം ചെയ്യാൻ പാടില്ല. തിങ്കളാഴ്ച വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ശരി. അന്ന് അവിടെ വർക്ക് നിർത്തിവെച്ചതാണ്. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ നിർത്തിവെച്ച തീയതിയാണ് ചോദിക്കുന്നത്. അതിനുശേഷം സംഭവിച്ചിട്ടുണ്ടോന്നാണ്. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. 5-ാം തീയതി ഈ മാഡം പറഞ്ഞ പോലെ പിന്നെ 20-ാം തീയതിയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് തീരുന്നത്. ഏത് പെർമിഷന്റെ ഡേറ്റ് തീരുന്നത്. അതിന്റെ 20-ാം തീയതി എന്ന് പറയുമ്പോൾ അതിന്റെ 15 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ വർക്ക് മുഴുവൻ നിർത്തിവെച്ചു. സംഭവത്തിന് തൊട്ട് പിന്നാലെ തൊട്ടടുത്തുള്ള മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി ഞങ്ങളോട് പറഞ്ഞത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ്, അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, നിർമ്മാണം നടത്തുന്ന ഭൂ ഉടമ പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ലൈസൻസും റദ്ദാക്കിയതായിട്ട് നഗരസഭയും പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ നിയമപരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് റിപ്പോർട്ട് ചെയ്തത് എന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. നിലവിൽ നിങ്ങൾക്ക് നഗരസഭയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ ഇനി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന്, ഷോക്കോസ് നോട്ടീസ് പോലെയുള്ള? ഇല്ല, ഒന്നും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളവിടെ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഉടനെ അവിടെ വർക്കെല്ലാം നിർത്തിവെച്ച് മെഷീനറികളെല്ലാം കയറ്റി പോയിട്ടുണ്ട്. അത് അവിടെ ആ ഏരിയയിലുള്ള CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്ത് സാറ്റലൈറ്റ് വഴി ജിയോളജി ഡിപ്പാർട്ട്മെന്റിന് അവിടെ എന്തെങ്കിലും പരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ജിയോളജി വകുപ്പിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഈ മന്ത്രിയൊക്കെ തന്നെ ആധികാരികമായിട്ട് എന്താ അടിസ്ഥാനത്തിലാവും പറഞ്ഞിട്ടുണ്ടാവുക? അത് മേ ബി എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ വേറൊരു സ്ഥലമുണ്ട്. അതായത് ഈ പിന്നെ തങ്ങൾ കുടുംബം സൗജന്യമായിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഏൽപ്പിച്ചു എന്ന് പറയുന്ന, ഞാൻ ഇത് ആധികാരികമായിട്ട് പറയുന്ന വിഷയമല്ല കേട്ടോ. നിങ്ങൾ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ അതിന്റെ ഫാക്ട് ചെക്ക് ചെയ്യണം. ഞാൻ മറ്റുള്ളവർ പറയുന്ന പോലെ വെറുതെ എന്തെങ്കിലും പറയില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. മേ ബി മിനിസ്റ്റർ അത് നോക്കിയപ്പം അതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതും അങ്ങനെ വരാനും സാധ്യത കുറവാണ്. നിങ്ങൾ ഈ 2 വർഷമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം അവിടെ തുടങ്ങിയത്, അതായത് മണ്ണെടുക്കുന്ന നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് അല്ലേ? 10/11/2025 എന്ന് പറയുമ്പം 1 വർഷം ആയോ? ഇല്ല. ഇതാണ് ഫൈനലായിട്ട് ജിയോളജിയിൽ ഞങ്ങൾ റോയൽറ്റി ചലാൻ അടച്ച റെസിപ്റ്റ് ആണിത്. ഇതിനിടയിൽ മണ്ണെടുക്കാൻ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ അപേക്ഷ കൊടുക്കുക, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു? അതിന്റെ ഇടയിൽ പ്രഖ്യാപിക്കുമ്പോഴും ഇത് പിന്നെ നമുക്ക് വണ്ടികൾ കിട്ടാത്ത സാഹചര്യം വരുമ്പോഴും ഈ മണ്ണ് പിന്നെ ഒരു ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് വണ്ടികൾ കിട്ടാത്ത സാഹചര്യം വന്നതാൽ നമ്മൾ അപേക്ഷ വെക്കാറുണ്ട്. നിങ്ങൾ ഈ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം
അവിടെ ഇത്തരത്തിലുള്ള മണ്ണെടുത്ത് തുടങ്ങിയ ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ഏതെങ്കിലും ജിയോളജി ആണോ നഗരസഭയിൽ നിന്നാണോ അങ്ങനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നിങ്ങളോട് അത് പരിസ്ഥിതി ലോല മേഖലയാണ്, താൽക്കാലികമായിട്ട് നിങ്ങൾ നിർത്തിവെക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള മുന്നറിയിപ്പോ അത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകി? നിങ്ങൾ തന്നെയാണല്ലോ ഈ ചെയർപേഴ്സണെ ഇന്റർവ്യൂ ചെയ്ത ആള്. അവര് നിങ്ങളുടെ അടുത്ത് വളരെ കറക്റ്റ് ആയിട്ട് പറയണ്ടല്ലോ അങ്ങനെ ഒരു ഡേഞ്ചർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലമല്ല അത്. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ അതെ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഡേഞ്ചർ സോൺ അല്ലാത്ത സ്ഥലത്ത് 2018 മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഡേഞ്ചർ സോൺ ആക്കി പ്രഖ്യാപിക്കണ്ടേ? ഇപ്പം ചൂരൽമലയിൽ മണ്ണിടിഞ്ഞു, അതൊരു ഡേഞ്ചർ സോൺ ആണ്, അത് പ്രഖ്യാപിക്കണ്ടേ? സർക്കാർ പ്രഖ്യാപിക്കണ്ടേ? ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഭൂമിയിൽ ഞാൻ സർക്കാരിന് നികുതിയും 2018 മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അവിടെയുള്ള നാട്ടുകാർ പരാതി കൊടുത്തതിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കല്ല് വെട്ടിപ്പോയിട്ടുള്ള സ്ഥലങ്ങളാണ് അതിന്റെ മുകൾ ഭാഗത്തുള്ളത്. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന മണ്ണാണ് ഈ വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ടാണ് ഈ മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടാകുന്നത്. അല്ലാതെ ആ ഭൂമിക്കോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനോ വേറെ ഒരു പ്രശ്നം. അത് ഇങ്കല്ല് ഇതുപോലെ തന്നെ ഇപ്പോൾ 5-8 ദിവസമായിട്ട് ഈ മഴ ശക്തി പ്രാപിച്ചത് പ്രകാരം 5-8 ദിവസമായിട്ട് അവിടുത്തെ ഫാമിലികൾ കുടുംബങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടില്ല. അവരെ ഇത്രയും കാലത്തിനിടയിൽ ഇല്ലാത്ത വെള്ളം കയറലാണ് അവരെ വീട്ടിലേക്കൊക്കെ കയറിയിട്ടുള്ളത് അല്ലേ? അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇങ്കല്ല് സംഭവിച്ചതിന്റെ കോൺസിക്വൻസ് കോൺസിക്വൻസ് ആയിരിക്കാം മേ ബി. അല്ലാതെ ഞാൻ പിന്നെ ഇന്നലെ പോയി അവിടെ 1 വർഷം മുമ്പ് അവിടെ മണ്ണ് മാന്തിയത് കൊണ്ടോ ഇത്രയും ദിവസം ഒന്നും. നിങ്ങൾ മണ്ണ് മാന്തിയ സ്ഥലത്ത് മാത്രമാണ് മണ്ണിടിഞ്ഞിട്ടുള്ളത്. അതിന്റെ മുന്നേ മഴ ഉണ്ടായിരുന്നല്ലോ. ഞാൻ മണ്ണ് മാന്താൻ തുടങ്ങിയതിന് ശേഷം മഴ ഉണ്ടായിരുന്നു. മഴ കാരണം ഞാൻ വണ്ടികൾ ഈ പണി നിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ. അതായത് നമ്മൾ അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് ആ വണ്ടിയുടെ ടയറിലൊക്കെ മണ്ണ് ഒട്ടിപ്പിടിച്ചിട്ടും റോഡിലൊക്കെ ആവും. അതൊരു പിന്നെ അവിടെ ആ റോഡിലേക്ക് റബ്ബറൈസ്ഡ് റോഡല്ലേ, ആ റോഡിൽ ആ ചളിയൊക്കെ ആവുമ്പം മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടാവും മഴയുള്ള സമയത്ത് മാത്രം. ഉണക്കുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ആ സമയത്ത് ഈ സംഭവത്തിന് പിന്നാലെ നഗരസഭയോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പോ നിർമ്മാണ പ്രവർത്തനം മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നൊരു നിർദ്ദേശം നിങ്ങൾക്ക് നൽകിയിട്ടില്ല, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പൊ ഈ മണ്ണിടിഞ്ഞതിന് ശേഷമുള്ള കാര്യം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പറയുന്നുണ്ട്, അതാ ചോദിക്കുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അത്തരം ഷോക്കേഴ്സ് നോട്ടീസ് തന്നിട്ട് നിർദ്ദേശം തന്നു പറയുന്നുണ്ട്. അതല്ലേ ഞാനിപ്പോ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തന്നത്. 5-ാം തീയതി നിർത്തിവെച്ച പണിയാണ്. നിങ്ങൾക്ക് ഞാൻ തെളിവ് ഈ സുഹൃത്തെ അത് നേരത്തെ പറഞ്ഞത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ വിളിക്കേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം ചോദിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി? നിങ്ങൾ അത് അങ്ങനെ ചോദിക്കേണ്ടത്. അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞത്. സംഭവത്തിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിന് ശേഷം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ, സംഭവത്തിന് ശേഷം ഓൾറെഡി അവിടെ എല്ലാവരും പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് എങ്ങനെ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുക? അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ ഒരു ഇതില്ല, ക്ലാരിഫിക്കേഷൻ ഇല്ല. കാരണം ഈ പ്രശ്നം അവിടെ നടന്ന് അത് കഴിഞ്ഞിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങളോട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ക്ലാരിറ്റിയിൽ ചോദിക്കാം. ഗതാഗതം അവിടെ പുനഃസ്ഥാപിച്ച് സാധാരണഗതിയിലേക്ക് എത്തി നിങ്ങൾക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകരുത്, അങ്ങനെ എന്തെങ്കിലും ഷോക്കേഴ്സ് നോട്ടീസോ മുന്നറിയിപ്പോ ഇപ്പോൾ നഗരസഭയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദ്യം സ്പെസിഫിക് ആണ്, ക്ലിയർ ആണ്. ഇത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഈ ഒരു ഡിസാസ്റ്റർ നടന്നിട്ട് എല്ലാവരും ഇതിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്, ഇതിന്റെ ഒരു ആഘാതത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് പോവും. അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് അവരെ വിളിച്ചിട്ട് നിങ്ങളിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. അതായത് ഏതൊരാൾക്കും കോമൺ സെൻസിലി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല അവിടെ ഇനിയിപ്പോൾ ഒരു പരിപാടി നടക്കില്ല. അതിന്റെ ഇപ്പം ഈ മാഡം പറഞ്ഞ പോലെ, ഈ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ അവിടുത്തെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ച് അവരുടെയൊക്കെ സേഫ്റ്റി ഒക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്കും ഇതിൽ ഒരു തീരുമാനമുള്ളൂ. ഇനിയിപ്പോൾ അവിടുത്തെ കോർപ്പറേഷൻ ആണെങ്കിലും ഒരു തീരുമാനമുള്ളൂ. ആദ്യം നമ്മൾ ജനങ്ങൾക്ക് വരുന്ന ആപത്തുകൾ തടയല്ലേ വേണ്ടത്. അല്ലാതെ ഇപ്പൊ ഈ തിരക്കിട്ടിട്ട് ഇപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണ്ടെന്ന് പറയലല്ലോ കോർപ്പറേഷന്റെ ജോലി. ഇപ്പൊ അവിടെ ഒരു കോർപ്പറേഷന്റെ ജോലിയാണ് സുഹൃത്തെ. അങ്ങനെ പറയാം. ഒരു മിനിറ്റ്, ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ടോ ഔദ്യോഗികമായിട്ട് അറിയിപ്പുണ്ടായിട്ടൊന്നാണ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണ്ടെങ്കിൽ സമയം വരുമ്പോ അവര് പറയുമായിരിക്കും. കാരണം ഞാനൊന്നും ഇല്ലീഗലായിട്ട് ചെയ്തിട്ടില്ല. എന്നെ എല്ലാ സമയങ്ങളിലും ഇനിയിപ്പോ കളക്ടർ ആണെങ്കിലും മോളിൽ നിന്നാണെങ്കിലും ഹൈക്കോർട്ടാണെങ്കിലും സുപ്രീം കോർട്ടാണെങ്കിലും ആര് വിളിച്ചിട്ട് എന്ത് പറയുകയാണെങ്കിലും എന്നെ സമയാസമയം അവിടുന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന സമയം റെഡ് അലേർട്ടാണ്, ഇന്ന സമയം യെല്ലോ ആണ്, ഇന്ന സമയം ഓറഞ്ച് ആണ്, നിങ്ങൾ പണി നിർത്തി വെക്കണം, പണി ചെയ്യരുത്. ആ സമയങ്ങളിൽ എല്ലാ സമയങ്ങളിലും അവർ ആ ഇൻഫർമേഷൻ എനിക്ക് തരുന്നുണ്ട്. ആ പറഞ്ഞ സമയങ്ങളിൽ മുഴുവൻ അവരെ ധിക്കരിച്ചിട്ട് ഞാൻ ഒരു പണിയും ഒരു വർക്കും അവിടെ എടുത്തിട്ടുമില്ല. ഞാൻ എന്റെ ഭൂമിയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇങ്കൽ സിറ്റിയുടെ വിഷയം മാത്രമായിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത്? മഴയുടെ ഒരു പ്രതിഫലനം മിസ്റ്റർ, ഇതൊരു നാച്ചുറൽ കലാമിറ്റിയാണ് അല്ലേ? ഇതൊരു മാൻമെയ്ഡ് ആക്കി നിങ്ങളാണ് ഉണ്ടാക്കുന്നത്.
ചെയർപേഴ്സൺ വന്നിട്ട് മുബഷിറിനോട് തന്നെ പറയുന്നുണ്ട് ഇതൊരു നാച്ചുറൽ കലാമിറ്റിയാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കളിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്കോ ഇത് എത്തിക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടാകുന്നു, അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ തീർത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക വേണ്ടത്. ഒരു ബിൽഡിംഗ് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ജീവൻ പോകേണ്ട ആവശ്യം, എൻ്റെ ഒരു കാര്യത്തിൽ ഒരു ജീവൻ പോവുകയെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജീവൻ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ഇപ്പം നമുക്കൊരു ജീവഹാനിയോ ഒരു സംഭവങ്ങളും സംഭവിച്ചിട്ടില്ല. അത് എന്തോ ഏതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതാണത് അല്ലേ. അപ്പം നമ്മളിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ അവിടുത്തെ അല്ലെങ്കിൽ ഇതുകൊണ്ട് ആർക്കെങ്കിലും എഫക്റ്റ് വരാതെ നോക്കുക. അല്ലാതെ ഇതിനിടയിൽ ഞാൻ പറയുന്നില്ല ഇത് രാഷ്ട്രീയമാണെന്നും പറയുന്നില്ല, രാഷ്ട്രീയം അല്ല എന്നും പറയുന്നില്ല, ഏതെങ്കിലും വ്യക്തികളുടെ എന്തെങ്കിലും ആണെന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പല ആരോപണങ്ങളുണ്ട്, താങ്കൾ നേരിട്ട് കണ്ടുകൊണ്ട് ചോദിക്കുന്നതാണ്. പല ഉന്നതരുടെയും ബെനാമി അല്ല, അതൊക്കെ പല ഉന്നതരുടെ അല്ല വിഷയം നമ്മൾ പറഞ്ഞിട്ട് ബാക്കിൽ പോണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ ഭൂമിയിൽ എടുക്കുന്ന സമയത്ത് ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സോണായിട്ടോ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സോണായിട്ടോ ഒരു സർക്കാരും ഒരു ഡിപ്പാർട്ട്മെന്റും, ജിയോളജി ആണെങ്കിലും മൈനിങ് ജിയോളജി ആണെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റും, റവന്യൂ ആണെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റും സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമല്ല ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയാനുള്ളത്. നമ്മൾ ആ ഒരു ഭൂമിയിൽ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നുള്ള നമ്മളെല്ലാ പേപ്പേഴ്സും എന്തെങ്കിലും ഒരു പേപ്പേഴ്സ്. കാരണം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു സിഗ്നേച്ചർ ഇടാൻ ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ ചെന്നൈ പോയ സമയത്ത് ഒരു സിഗ്നേച്ചർ ഇടാൻ വേണ്ടി അത് മാഡം നമുക്ക് നൗഫൽ കടക്കാടൻ എത്താൻ ഇത്തിരി നേരം വൈകും, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല എക്സ്പയർ ഒന്നും ആവില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൂടെ എന്ന് വരെ ചോദിച്ചപ്പം അതൊന്നും പറ്റില്ല. കാരണം അയാൾ വന്നിട്ട് തന്നെ ഇവിടെ സൈൻ ചെയ്യണം, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർമിഷൻ അപ്രൂവൽ ചെയ്യുള്ളൂ, ഇത് ഗ്രാന്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനം. അതെ, തീർച്ചയായിട്ടും. പല ചർച്ചകൾ നടക്കുന്നതോട് ചോദിക്കുന്നത് പല ഉന്നതരുടെയും ബെനാമിയാണ് താങ്കൾ ഉൾപ്പെടുന്നതിന്റെ ഉടമകൾ എന്ന് പറയുന്നത്. അതിനുള്ള ഒരു മറുപടി എന്താണ്? അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങൾക്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കാലം ഡിജിറ്റൽ ആണല്ലോ. പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എല്ലാം ഡിജിറ്റലൈസ് ആക്കുക അല്ലേ. ഡിജിറ്റലി എല്ലാ തെളിവുകളും എൻ്റെ ബാങ്ക് ബാലൻസിൽ കൂടുതലായിട്ട് എനിക്ക് ഒബ്ലിഗേഷൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഏകദേശം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏകദേശം എബവ് ഒരു 2 crore അപ്പുറത്ത് ഒബ്ലിഗേഷനുള്ള ആളാണ് ഞാൻ. അത്രയും ലോണുകളും പേഴ്സണൽ ലോൺ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ്സ് ആണെന്നുണ്ടെങ്കിലും വെഹിക്കിൾ ലോൺ ആണെങ്കിലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോൺ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളുള്ള ആളാണ്. അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ബിനാമിയാണോ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏത് രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ആൾക്കാരെ നമുക്ക് ബിനാമിയാണോ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവിടെ വർക്ക് നടന്നതെന്ന് പറഞ്ഞു, അവിടെ വർക്ക് നടന്നതെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റുകൾ ഇന്ന് മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. സാറ്റലൈറ്റുകൾ വഴി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എന്തെങ്കിലും വർക്ക് നടന്നുകണോ, അതായത് 5-ാം തീയതിക്ക് ശേഷം എന്തെങ്കിലും വർക്കുകൾ അവിടെ നടന്നുകണോ, എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. അതായത് അതിൽ ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞ അവിടെ ഒരു സർവീസ് സെന്റർ തുടങ്ങാനായിരുന്നു പ്ലാൻ. ഒരു പക്ഷേ ഭാവിയിൽ അത് മാറാനും സാധ്യത ഉണ്ടായിരുന്നു. ഒരു പ്രീമിയം ആയുർവേദ റിസോർട്ടിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ നിങ്ങൾ അവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഒരു സർവീസ് സെന്റർ ആണെന്നുള്ളത് നിങ്ങളിപ്പോ പറയുമ്പോഴാണ് അതറിയുന്നത് തന്നെ. സ്വാഭാവികമായിട്ട് നിങ്ങളെ വിളിച്ചാൽ കിട്ടണ്ടേ, നിങ്ങളെ ബന്ധപ്പെടാൻ സാധിക്കണ്ടേ. നിങ്ങൾ ആരും ആ മേഖലയിലോട്ടും വന്നിട്ടില്ല, മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അല്ല, ഓക്കെ, നിങ്ങൾ അതിന്റെ പർപ്പസ്. ഞാൻ ഈ സ്വർണ്ണക്കരണ്ടി വായിൽ കടിച്ചിട്ട് പെറ്റുവീണ ആളൊന്നുമല്ല. ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ട് പരപ്പനങ്ങാടി ട്രക്കർ സ്റ്റാൻഡിൽ ക്ലീനർ പണിയെടുത്ത് ഓട്ടോ ഡ്രൈവറായി, ബസ്സിൽ ക്ലീനറായി, ബസ്സിൽ കണ്ടക്ടറായി, ബസ്സിൽ ഡ്രൈവറായി, ഇങ്ങനെയുള്ള മേഖലകളിൽ മുഴുവൻ കയറി നടന്നിട്ട് ഞാൻ ഈ ലെവലിൽ ഇന്നത്തെ ഈ ലെവൽ എന്ന് പറയാനുമില്ല. ഇന്ന് ഞാൻ എൻ്റെ ഫിനാൻഷ്യലി ഒരു ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ ആരുടെയും ഫണ്ട് ഉപയോഗിച്ചിട്ട് ബിനാമി ഇടപാടുകളോ ബിനാമി ബിസിനസ്സോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് അതുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാതെ വേറൊരാളുടെ ബിസിനസ് കൊണ്ടോ. അദ്ദേഹം എല്ലാ രേഖകളും സമർപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഈ സ്ഥലമുടമ കൂടിയായിട്ടുള്ള നൗഫൽ അദ്ദേഹത്തിന്റെ വിശദീകരണം നടത്തുന്നത്. സലീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡി കമ്പനി സലീം എന്നാണ് അറിയപ്പെടുന്നത്. എന്താ ഈ ഡി കമ്പനി? അങ്ങനൊന്നുമില്ല, അത് നമ്മളെ ഡ്രീം ആയിരുന്നു.
അതുകൊണ്ട് ഡി കമ്പനി എന്നൊരു പേരിട്ടത്. താങ്കൾ കോറി ഉടമയാണോ? കോറിയുണ്ട്, നിരവധി ലോറികൾ ഉണ്ടെന്നൊക്കെ പറയും. 5 വർഷം മുന്നേ ഒരു കോറി ഉണ്ടായിരുന്നു. ഒരു 40 സെന്റ് സ്ഥലത്ത് ഒരു കോറി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ കോറി ഇപ്പോൾ വെള്ളം നിന്നിട്ട് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. കോറികളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങള് നമ്മുടെ ഈ വണ്ടികൾ ഏത് കോറിയിൽ പോയിട്ട് കല്ലെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഫുള്ള് നമ്മുടെ കോറികളാണെന്നുള്ളതാണ് ആരോപണങ്ങള്. കമ്പനി ബോംബെയിൽ പേര് കേട്ട ഒരു കമ്പനിയാണല്ലോ. അല്ല, ഇത് നമ്മുടെ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ഡ്രീം ആയതുകൊണ്ട്, ടോറസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീം ആയതുകൊണ്ട് അതിന് ഡി കമ്പനി എന്നുള്ളത് എഴുതി എന്നുള്ളൂ. നിങ്ങൾ ആരുടെയും ബെനാമിയാണോ? ഈ ഡി കമ്പനി സലീമാരുടെയും ബെനാമിയാണോ? ഡയറക്റ്റ് ചോദിക്കാം. ഞങ്ങൾക്ക് ബിനാമി ഇടപാടുകൾ ചെയ്യാനുള്ള ഒരു സമ്പത്തും നമ്മളെ അടുത്ത് ഇല്ലല്ലോ. നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ബിനാമി ഇത് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമ്മൾ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കോറി ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ആളുകളെ ഞാൻ ഈ പറഞ്ഞ 40 സെന്റ് സ്ഥലത്ത് എനിക്കൊരു കോറി ഉണ്ടായിരുന്നത്. ആ കോറി ഫുള്ളായിട്ട് വെള്ളം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 40 സെന്റിലായിരുന്നു കോറി ഉണ്ടായിരുന്നത്. ഈ വണ്ടികൾ പോയി കല്ലെടുക്കുന്ന എല്ലാ കോറികളും നമ്മുടെ കോറികളാണെന്ന് പറഞ്ഞിട്ടാണ് ആരോപണങ്ങൾ ഉണ്ടായത്. ഇവിടെ കുറച്ച് പാറ പോലത്തെ മേഖലയുണ്ടല്ലോ, ഈ പാറകൾ പൊട്ടിക്കുന്നതിന് വേണ്ടി അനധികൃതമായിട്ട് കെമിക്കലുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഏനാ കെമിക്കലിനാണ് പെർമിഷൻ കിട്ടിയിട്ടുള്ളത്. കെമിക്കൽ ഇട്ടിട്ട് നോർമലി എക്സ്പ്ലോസീവ് വെച്ചിട്ടാണ് ഈ പാറ പൊട്ടിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് അത് ജനസാന്ദ്രത കൂടെ അതുമല്ല ട്രാവലിംഗ് അവിടെ കൂടുതലായിട്ട് വരുന്ന മേഖല ആയതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് കെമിക്കൽ ഇട്ടിട്ട് പൊട്ടിക്കാൻ നമുക്ക് പെർമിഷൻ കിട്ടുക. ആ പെർമിഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജിയോളജിയിൽ നിന്ന്. ആ പെർമിഷനിലാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു സാമഗ്രികൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ സംഗതിയിൽ ഒലിച്ചു പോയിരുന്നു. അതൊക്കെ വലിയ നഷ്ടങ്ങളാണ്. ആ നഷ്ടങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ കെമിക്കൽസിനൊക്കെ, ഈ പാറ പൊട്ടിക്കുന്ന കെമിക്കൽസിനൊക്കെ വലിയ എമൗണ്ട് വരും. നമ്മളത് ഭൂമിയാക്കിയിട്ട് പ്ലോട്ടാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 5200 ക്യൂബിക് മെട്രിക് ടണ്ണ് മണ്ണെടുക്കാനാണ്, അല്ല ക്യൂബിക് മീറ്ററാണ്, M3 5200 M3 മണ്ണെടുക്കാനാണ് നമ്മൾ അപേക്ഷ വെച്ചിട്ടുള്ളത്. എഞ്ചിനീയറുടെ കണക്ക് പ്രകാരം. എഞ്ചിനീയറാണല്ലോ ഇത് തയ്യാറാക്കുന്നത്. നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. 5200 M3 മണ്ണെടുക്കാനാണ് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, പെർമിഷൻ വാങ്ങിച്ചിട്ടുള്ളത്. അതിനുള്ള റോയൽറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അടച്ചിട്ടുള്ളത് 4,15,778 രൂപ. ഓക്കെ, ഇത് ജിയോളജിയിലാണ് നമ്മൾ അടച്ചിട്ടുള്ളത്. ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോഴാണ് അവിടുന്ന് നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത് എന്ത്, നിങ്ങൾക്ക് നിങ്ങളെ ഭൂമി വരുന്നത് 2300 സ്ക്വയർ മീറ്ററിന് താഴെയുള്ളൂ. അതായത് 2500 സ്ക്വയർ മീറ്ററിന് താഴെ വരെയുള്ള ഭൂമികൾ ബിൽഡിംഗ് പർപ്പസിനും ഭൂമിയിൽ നിന്ന് നമുക്ക് എന്ത് ഖനനം ചെയ്യാനാണെന്നുണ്ടെങ്കിലും പൊട്ടിക്കാനാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണോ, അതായത് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ഏതാണെന്നുണ്ടെങ്കിലും അവിടുന്ന് പെർമിഷൻ കിട്ടും നിങ്ങൾക്ക്. അതിന് മൈനിങ് ആൻഡ് ജിയോളജിനെ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. അത് പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ വന്നു, നഗരസഭയിൽ വന്നു, നഗരസഭയിൽ പേപ്പർ വെച്ചു. ഈ പേപ്പർ വെക്കുന്നത് 10/11/2025 ഈ ചലാൻ അടയ്ക്കുന്നത് നമ്മൾ. ഇത് കഴിഞ്ഞ് കറക്റ്റ് ഡേറ്റ് ഇതല്ല. ഇനിയിപ്പം നിങ്ങൾ പറയുന്ന അനുമതി പെർമിഷൻ 1 വർഷത്തേക്കാണ് ഗ്രാൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് 10/11/2025 വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എത്ര, 8ാം മാസം. അത് ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ 8ാം മാസം അല്ലേ. അടുത്ത ഈ വർഷം 11ാം മാസേ എന്താവുള്ളൂ, 1 വർഷം ആവുള്ളൂ. ഇപ്പോഴും എന്തുണ്ട്, ആ പെർമിറ്റ് വാലിഡ് ആണ്. പക്ഷെ പെർമിറ്റ് ഇത് നമ്മൾ പാസ് എക്സ്പയർ ആയിരുന്നുള്ളൂ. പെർമിഷൻ ഇതുവരെ എക്സ്പയർ ആണ് ഭൂമിയിൽ നിന്ന് എടുക്കാനുള്ള. ഇനി ആ മേഖലയിൽ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്? ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ. ജനങ്ങളുടെ ജീവനും ഒക്കെ ഇതല്ലേ. അവിടെ മുകളിലാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്കൽ ഭാഗത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീടുകളിൽ വെള്ളം കയറിയിട്ട് ഇപ്പോൾ ഒരു താത്ത ഞങ്ങളെ ഗ്യാസ് ഒലിച്ചു പോയി. എന്തൊക്കെ വിഷമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അല്ലേ. നമ്മളെല്ലാവരും സുഖസുന്ദരമായിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ആയുർവേദം, ഇവിടെ പ്രീമിയം ആയുർവേദത്തിലൊക്കെ മസാജ് ചെയ്യാനൊക്കെ ആൾക്കാർ വെമ്പി നിൽക്കുകയാണോ? എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം? ആ ഏരിയയിൽ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്, ഇത് ഞങ്ങളെ ഭൂമിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട്. ഈ ഒരു പെട്രോൾ പമ്പ് എന്നുള്ള സംഗതികളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതൊന്നും ഞങ്ങളെ പ്രൊജക്റ്റ് അല്ല. ഞങ്ങൾ ഇതിനകത്തൊരു കാർ ആക്സസറീസ് ഒരു 300 രൂപ, കാർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 300 രൂപ കിട്ടും. ഈ ആയുർവേദ റിസോർട്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു എന്താ പറയുക, നമ്മളൊന്നും കൊക്കൽ കൊള്ളാത്ത സംഗതികളാണ് അതൊക്കെ. അതൊന്നും നമ്മൾ ഇത് ചെയ്യാൻ പറ്റുമോ? 50 സെന്റ് മുഴുവനായിട്ട് വേണ്ട. അതും നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് കോർപ്പറേഷൻ നിയമപ്രകാരം നമുക്ക്
20 മീറ്റർ വിട്ടിട്ടാണ് ബിൽഡിങ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പെർമിഷൻ എന്നാണ്. അത് നമ്മൾ 30 മീറ്റർ വിട്ടിട്ടാണ് ഇപ്പോൾ അവിടെ ബിൽഡിംഗ് പെർമിഷൻ എടുത്തത്. 30 മീറ്റർ അവിടെ വിട്ടിട്ട് അതിന്റെ പുറമെ 7 മീറ്റർ വേറെയും വിട്ടിട്ടുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് 50 സെന്റിൽ മൊത്തമായിട്ട് വലിയൊരു സർവീസ് സെന്റർ, ഒരു ഇതുപോലെ തന്നെ പ്രീമിയം സർവീസ് സെന്റർ അല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാർക്ക് വണ്ടി വാഷ് ചെയ്തിട്ട് ഒരു മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ ചളിയായി കഴിഞ്ഞാൽ ഒരു സർവീസ് സെന്റർ അതിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 300 രൂപ, അതിന്റെ ആക്സസറീസ് നമുക്ക്. പദ്ധതി പറഞ്ഞതിനെ കൊണ്ട് ചോദിക്കുന്നത്, താങ്കൾക്ക് മറ്റ് സംരംഭങ്ങൾ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ വേറെ എവിടെയെങ്കിലും? ഒന്നുമില്ല. പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന സംരംഭം ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്. അത് എന്റെ നാട്ടിൽ തന്നെയാണ് ടൂർസ് ആൻഡ് ട്രാവൽസ്. അത് മാത്രമേ ഉള്ളൂ. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭൂവുടമകളുടെ പ്രതികരണമാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.